സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ഫസ്റ്റായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സൊസൈറ്റിയാണ്. സൊസൈറ്റി എന്ന് പറയുന്നത് സോഷ്യോളജിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം സോഷ്യോളജി എന്ന് പറയുന്നത് സൊസൈറ്റീനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്. ഫസ്റ്റ് നമുക്ക് സൊസൈറ്റീൻ്റെ മീനിങ്ങും നേച്ചറും അതേപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സും നോക്കാം. അപ്പോൾ ഈ സൊസൈറ്റി എന്ന് പറയുന്ന ടേം ഈ സോഷ്യോളജീൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ടേമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്. അതേപോലെ തന്നെ വാഗമാണ്, അതേപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള ഒരു ടേമുമാണ്. ദ ടേം സൊസൈറ്റി ഈസ് ഫണ്ടമെൻ്റൽ ഇൻ സോഷ്യോളജി ബട്ട് ക്യാൻ ബി വാഗ് ആൻഡ് ജനറൽ. അതേപോലെ തന്നെ അതായത് ഈ ഒരു സൊസൈറ്റി എന്ന് പറയുന്ന സാധനം ഇറ്റ് ക്യാൻ റെഫർ ടു എൻ അസോസിയേഷൻ ഓർ ഫെലോഷിപ്പ്. അതായത് ഒരു അസോസിയേഷൻ ആകാം, അല്ലെങ്കിൽ ഒരു ഫെലോഷിപ്പ് ആവാം. അസോസിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോപ്പറേറ്റ് സൊസൈറ്റി എന്നെല്ലാം കേട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അസോസിയേഷൻ, അതായത് നമ്മൾ ടീച്ചേഴ്സ് അസോസിയേഷൻ, അല്ലെങ്കിൽ പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്നെല്ലാം കേട്ടിട്ടില്ല. അതേപോലെ തന്നെ ഫെലോഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ എല്ലാ ആൾക്കാരും എന്താണ്, ഫ്രണ്ട്സാണ്. അപ്പോൾ നമ്മളൊരു ഒരു അസോസിയേഷൻ പോലെ തന്നെയാണ്, കുറേ ആൾക്കാരെ കമ്പനി നമ്മൾ എൻജോയ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സൊസൈറ്റി എന്ന് പറയുന്നത് ക്യാൻ ഓൾസോ ഡിസ്ക്രൈബ് ഗ്രൂപ്പ്സ് ലൈക്ക് അർബൻ, റൂറൽ ഓർ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്. അപ്പോൾ അതിനെന്തെല്ലാം അർബൻ ആയാലും റൂറൽ ആയാലും ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആയാലും എല്ലാം എന്തിൻ്റെ അണ്ടറിൽ വരും, സൊസൈറ്റീൻ്റെ അണ്ടറിൽ വരും. ഇനി സൊസൈറ്റി എന്ന് പറയുന്ന വേർഡ് ലാറ്റിൻ വേർഡായിട്ടില്ല, സോഷ്യസ് എന്ന് പറയുന്ന വേർഡും അതിൻ്റെ അർത്ഥം കമ്പാനിയൻഷിപ്പാണ്. ആ ഒരു സോഷ്യസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് സൊസൈറ്റി എന്ന് പറയുന്നൊരു വാക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പണ്ട് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ഒരു ആൻഷ്യൻ ടൈമിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഓതർ പറഞ്ഞിട്ടുണ്ട്, മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ. മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു സോഷ്യൽ ആനിമലാണ്. അപ്പോൾ ഈ ഹ്യൂമൻസ് എപ്പോഴും ഹ്യൂമൻസ് ഒരിക്കലും എന്തല്ല ലോൺലിനെസ്സിൽ ജീവിക്കില്ല. കാരണം ഈ ഒറ്റയ്ക്ക് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫിയറും അതേപോലെ തന്നെ ബോറടിക്കുകയും ചെയ്യും, ബോർഡമും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ തന്നെ അവരെന്ത് ചെയ്യും, എല്ലാ ആൾക്കാരും ഒന്നിച്ച് മാത്രമേ നിൽക്കുള്ളൂ. ഹ്യൂമൻസ് ലിവ് ടുഗെദർ. അവരെന്താണ് എപ്പോഴും ഒന്നിച്ച് ജീവിക്കുക. കാരണം അവർ എപ്പോഴും ഈ ലോൺലിനെസ്സിനെ എപ്പോഴും ഇവർ പേടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൊസൈറ്റി എന്ന് പറയുന്നത് ലിവിങ്ങിന് വേണ്ടിയിട്ടും വർക്കിങ്ങിന് വേണ്ടിയിട്ടും ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. ഇനി ഈ സൊസൈറ്റിയുടെ ഡെഫിനിഷൻ എന്താ നോക്കാം. സൊസൈറ്റി ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് യുണൈറ്റഡ് ബൈ certain relationships or behavior that set them apart from others. സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. അവരെ യുണൈറ്റ് ചെയ്തിട്ടുള്ളത് പല രീതിയിലുള്ള റിലേഷൻഷിപ്സ് ആകാം, അല്ലെങ്കിൽ പല രീതിയിലുള്ള ബിഹേവിയേഴ്സ് ആകാം. അത് ഒരു കൂട്ടം ആൾക്കാരിൽ നിന്ന് വേറെ കൂട്ടം ആൾക്കാരിൽ നിന്ന് വേർതിരിക്കുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ബിഹേവിയറോ ആയിരിക്കാം ഈ സൊസൈറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് പൊളൈറ്റ്നെസ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര കൂടുതലാണെങ്കിൽ വേറെ സൊസൈറ്റിയിൽ ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ എന്താണെന്നില്ല, പൊളൈറ്റ്നെസ് എന്ന് പറയുന്ന സാധനം ചിലപ്പം കുറവായിരിക്കും. അപ്പോൾ ആ രണ്ട് കാര്യം രണ്ട് സൊസൈറ്റി തമ്മിലുള്ള പൊളൈറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ അവർക്ക് ഡിഫറൻസ് ഉണ്ടാകും. അത് നമുക്കിപ്പോൾ കണ്ണൂരിലെ ട്രഡീഷനും ട്രിവാൻഡ്രത്തിലുള്ള ട്രഡീഷനും എന്തായിരിക്കും, വേറെയാണ്. അപ്പോൾ രണ്ട് സൊസൈറ്റിയിലുള്ള ആൾക്കാരാണ്. ഇനി ക്യാരക്ടറിസ്റ്റിക് സൊസൈറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നോക്കുന്ന സമയത്ത് അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് ഉള്ള ആൾക്കാരാണ് അത് പീപ്പിൾ. സൊസൈറ്റി എന്ന് പറയുന്നത് ആര് വെച്ചിട്ടുണ്ടാക്കിയാണ്, കുറേ ആൾക്കാർ വെച്ചിട്ടുണ്ടാക്കിയതാണ്. അതേപോലെ തന്നെ ഈ ആൾക്കാരില്ലാണ്ട് ഒരിക്കലും എന്തുണ്ടാവില്ല, ഈ സോഷ്യൽ റിലേഷൻഷിപ്സ് ഉണ്ടാവില്ല, അതേപോലെ തന്നെ ലൈഫും ഉണ്ടാവില്ല. രണ്ടാമത് മ്യൂച്വൽ ഇൻട്രാക്ഷൻ ആൻഡ് അവെയർനെസ്. അതായത് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻട്രാക്ഷനും അതേപോലെ തന്നെ മ്യൂച്വൽ ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അവെയർനെസ്സിലുമാണ് സൊസൈറ്റി എന്ന് പറയുന്ന സാധനം നിന്ന് പോകുന്നത്. അടുത്ത ലൈക്ക്നെസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് മിക്കവാറും ഷെയർഡ് ആയിട്ടുള്ള സിമിലാരിറ്റീസ് ഉണ്ടാകും. അതേപോലെ തന്നെ അവർക്ക് ഷെയർഡ് ഏതിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങളിലും അവരുടെ വാല്യൂസിലും ഗോൾസിലൊക്കെ അവർ ഒരേപോലെയുള്ള ഗോൾസും ഒരേപോലെയുള്ള വാല്യൂസും ഒരേപോലെ നീഡ്സ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണ് ഇവർക്ക് എന്തുണ്ടാകുന്നത്, ഇവർ തമ്മിൽ ഇൻറ്റിമസി അല്ലെങ്കിൽ അസോസിയേഷൻ ഉണ്ടാകും. ഇനി ഡിഫറൻസ് എന്ന് പറയുന്ന സമയത്ത് ഈ സൊസൈറ്റിയിൽ എപ്പോഴും റിലേ ചെയ്യുന്ന ലൈക്ക്നെസ്സിനാണെങ്കിലും ചില ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസസ് ഉണ്ടാകും. അതായത് ഒരു സൊസൈറ്റിയിൽ എബിലിറ്റീസ് റോൾസ് എല്ലാം നോക്കുന്ന സമയത്ത് പല ആൾക്കാർക്ക് പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. കുറേ ആൾക്കാർക്ക് മരം കയറാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, കാരണം അവർക്ക് അതിനുള്ള ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ. ചില ആൾക്കാർക്ക് മരം കയറാൻ വേണ്ടി പറ്റില്ല, അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ആരോഗ്യം ഉണ്ടല്ലോ. അപ്പം ഈ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ഡൈവേഴ്സാണ്. അതേപോലെ തന്നെ ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്സ് എൻട്രി ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ തേങ്ങ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു തെങ്ങേറ്റ കാരണം നമുക്ക് എന്തായാലും ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. ഇനി കോപ്പറേഷൻ അതേപോലെ തന്നെ ഡിവിഷൻ ഓഫ് ലേബർ ഇതിലുണ്ടാവും, സൊസൈറ്റിയിൽ ഉണ്ടാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സഹകരിച്ച് പോകണം. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ടൈപ്പ് ഓഫ് ആൾക്കാർ പല ടൈപ്പ് ഓഫ് ടാസ്ക്കാണ് ചെയ്യുന്നുണ്ടാവും.
അപ്പോൾ ഈ കോർപ്പറേഷൻ എന്ന് പറയുന്ന സാധനം എന്തിലേക്ക് ലീഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവിഷൻ ഓഫ് ടാസ്ക്. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന ഓരോ ടാസ്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ ഈ സ്പെഷ്യലൈസേഷൻ ആൻഡ് എഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് ഈ ഒരു ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്താണ് ഓരോ ആൾക്കാർ ഓരോ കാര്യത്തിൽ സ്പെഷ്യലൈസ്ഡ് ആവും, അതേപോലെ തന്നെ എഫിഷ്യൻസി ഉണ്ടാവും സൊസൈറ്റിയിൽ. ഇനി ഇൻ്റർ ഡിപ്പെൻഡൻസ് നോക്കുകയാണെങ്കിൽ ഈ ആൾക്കാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിരിക്കും ഓരോരോ കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. അത് നമ്മൾ പണ്ട് കാലത്ത് പറഞ്ഞ പോലെ അരി കൃഷി ചെയ്യുന്ന ആൾക്കാർ കൃഷി ചെയ്യുന്നത് ചിലപ്പം പയറോ അങ്ങനത്തെ കൃഷി ചെയ്യണമെന്നില്ല, നമ്മൾ വേറെ ആൾക്കാരുടെ അടുത്ത് മേടിക്കും. അപ്പോൾ രണ്ടാൾക്കാർ നമ്മൾ എന്താണ് ഡിപ്പെൻഡഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ഡിപ്പെൻഡഡ് ആകുന്ന സമയത്ത് മാത്രമേ എന്തുള്ളൂ യൂണിറ്റിയും സോളിഡാരിറ്റിയും ഉണ്ടാവുള്ളൂ. ഇനി ഈ സൊസൈറ്റിക്ക് ഒരു ഡൈനാമിക് ആയിട്ടുള്ള നേച്ചറുണ്ട്. സൊസൈറ്റി ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, അതായത് കോൺസ്റ്റൻ്റ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പുതിയ പുതിയ ജനറേഷൻസ് വരും, ഐഡിയാസ് വരും. അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എന്ത് ചെയ്യും, മാറി റീപ്ലേസ് ചെയ്യും. അതായത് നമ്മുടെ ഫാമിലി മാരേജ് പോലെ കാര്യങ്ങളെല്ലാം ട്രഡീഷൻ എന്ത് ചെയ്യും മാറിക്കൊണ്ട് നിൽക്കും. ഇനി ഒരു സോഷ്യൽ കൺട്രോൾ ഉണ്ടാവും. അത് ഈ കുറേ കസ്റ്റംസും ട്രഡീഷൻസും ലോസും അതേപോലെ തന്നെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ ആൾക്കാർ ബിഹേവിയറും ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. ഇനി കൾച്ചർ എന്ന് പറയുന്ന സംഭവം പ്രത്യേക രീതിയിലുള്ള കാര്യം തന്നെ ആയിട്ടുണ്ടാവും. അതൊരു യുണീക്ക് വേ ഓഫ് ലിവിങ് ആയിരിക്കും ഒരു സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക്. അവർ പ്രത്യേക രീതിയിലുള്ള ബിലീഫ്സും വാല്യൂസും പ്രാക്ടീസസും ഉണ്ടാവും. ഹ്യൂമൻസ് നാച്ചുറലി പ്രിഫർ ലിവിങ് ഇൻ ഗ്രൂപ്പ്സ്. ഹ്യൂമൻസ് എപ്പോഴും എന്താണ് ഗ്രൂപ്പായിരിക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആഗ്രഹം ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ അത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അത് ഡ്രിവൺ ബൈ ആൻ ഇൻസ്റ്റിങ് ടു സോഷ്യലൈസ്. അത് എപ്പോഴും നമുക്കൊരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട് അത് സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൾക്കാരുടെ ഇടയിൽ ഒക്കെ പോകാൻ വേണ്ടിയിട്ടൊരു ഇൻസ്റ്റിങ്ക്റ്റ് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ അടങ്ങിയിരിക്കുന്നുണ്ട്.